ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു പുളിങ്കറിയാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ പോകുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. ഈ പുളിങ്കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ എന്താ ഇവിടെ കുമ്പളങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ അതാ ഇതുപോലെ നുറുക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നുറുക്കി വെച്ചിട്ടുണ്ട്. നീളത്തിലാണ് കേട്ടോ ചെറിയ ഉള്ളി നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുപ്പിൽ ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിൽ ചട്ടി ചൂടായി വന്നപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ ഇതിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ അവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലോട്ട് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ കറിയിൽ നമുക്ക് മുന്നിട്ട് നിൽക്കുന്നത് മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എൻ്റെ ഈ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിതാ ഇങ്ങനെയാണ് കേട്ടോ കുമ്പളങ്ങ നുറുക്കിയെടുത്തിട്ടുള്ളത്. ഓലനൊക്കെ നുറുക്കില്ലേ, അതുപോലെയാണ് കുമ്പളങ്ങ നുറുക്കിയെടുത്തിട്ടുള്ളത്. അതായത് നല്ല കനം കുറച്ചിട്ടാണ് ഞാൻ കുമ്പളങ്ങ നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാനിതാ കുമ്പളങ്ങയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുമ്പളങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാലപ്പൊടികളുടെ കൂട്ടത്തിൽ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് എരിവും മസാലപ്പൊടികളും ഒക്കെ ഒന്ന് ആ കഷ്ണത്തിൽ ഒന്ന് പിടിക്കാനായിട്ട് ഞാനിതാ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം ഞാനിതാ അതിലോട്ട് കുറച്ച് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വാളംപുളിയും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് പുളി മാത്രമാണ് പിഴിഞ്ഞ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷം ഈ കഷ്ണത്തിന് മേലെ കുറച്ച് വെള്ളം നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിക്കാനായിട്ട് അടച്ചു വെക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് കറിയിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. കഷ്ണം വേവാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഒക്കെ നന്നായിട്ട് ഇട്ട് തിളപ്പിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണവും രുചിയൊക്കെ കറിക്ക് വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഈ കറിയിൽ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളൊക്കെ വളരെ നൈസായിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. ഓലനൊക്കെ നുറുക്കില്ലേ, അതുപോലെ നുറുക്കിയെടുത്തത് കൊണ്ട് തന്നെ വല്ലാതെ അങ്ങോട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാനിതാ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒന്ന് നോക്കി ഒന്ന് അടി പിടിക്കുന്നതൊക്കെ ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മുടെ കഷ്ണമൊക്കെ ഇതാ ഇവിടെ വെന്ത് കറിയൊക്കെ ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കുമ്പളങ്ങ പുളിങ്കറി വെന്ത് ഒക്കെ ചാറൊക്കെ കുറുകി ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് വറുത്തൊന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സാധാരണ കറികളിലൊക്കെ ചെയ്യുന്ന പോലെ കടുകും വറ്റൽമുളകും ഒന്നും ഇട്ടിട്ട് ഞാൻ താളിച്ചെടുത്തിട്ടൊന്നുമില്ല. കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ കിടിലൻ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കറി ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാൻ. അപ്പോഴാണ് നമുക്ക് ഈ കറിയുടെ യഥാർത്ഥ ടേസ്റ്റും മണവും രുചിയും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. കുമ്പളങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇതുപോലെ ഒരു പുളിങ്കറി തയ്യാറാക്കി നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇന്നത്തെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ കുമ്പളങ്ങ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്